പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. അനുഗ്രഹീതമായ നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. വിലപ്പെട്ട ഈ പ്രഭാതത്തിൽ തിരുവചന സത്യവുമായി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ അടുക്കലെത്തുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ മരണവും മരണാനന്തര ജീവിതവും അതിൻ്റെ വ്യത്യസ്തമായ പാഠമുറികളിൽ കൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഈ പ്രഭാതത്തിൽ അതിൻ്റെ ലാസ്റ്റ് എന്ന വണ്ണം പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ക്രിസ്തുവിൽ മരിക്കുന്ന, ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി മരിച്ച് മാറ്റപ്പെടുമ്പോൾ എന്താണ് അവരുടെ ശരീരത്തിന് സംഭവിക്കുന്നത്? നമുക്കറിയാം, ഒരു അഷ്ടവൈശിഷ്ട്യങ്ങൾ ഈ ഒരു ശരീരത്തിൽ സംഭവിക്കുകയാണ്. നാം ഈ ലോകത്തിൽ ജീവിച്ചു, എന്നാൽ മരണാനന്തരം ഒരു സ്വർഗീയമായ ശരീരത്തിൻ്റെ ഉടമകളായി ഞാനും നിങ്ങളും മാറും. രണ്ടാമത്, നമ്മുടെ ഈ ശരീരമെന്ന് പറയുന്നത് ദ്രവത്വമുള്ളതായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് രോഗങ്ങൾ, വേദനകൾ, മാനസികമായ സംഘർഷങ്ങൾ ഇത്യാദിയൊക്കെ കടന്നു വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ശരീരം ദ്രവത്വമുള്ളതാണ്. എന്നാൽ ഇത് ദ്രവത്വമല്ലാത്ത ഒരു അദ്രവത്വത്തിലേക്ക് നമ്മുടെ ശരീരം മാറ്റപ്പെടുകയാണ്. മൂന്നാമത്, നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെടുകയാണ്. കാരണം തേജസ്കരിക്കപ്പെടാനുള്ള കാരണം, നമ്മളിവിടെ ഒരുപാട് അപമാനങ്ങൾ സഹിപ്പാനിടയായി. ഇന്നത്തെ ന്യൂസ് കണ്ടവർക്കറിയാം, ഛത്തീസ്ഗഡിൽ ദൈവസഭയ്ക്കകത്ത് സുവിശേഷ വിരോധികൾ ഇടിച്ചു കയറി അവരെ വല്ലാത്ത പ്രതിസന്ധികൾ അവിടെ സൃഷ്ടിപ്പാനിടയായി. ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾക്കൂടെ അപമാനങ്ങൾ സഹിക്കുന്നവരിൽ ധാരാളം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ മരണാനന്തരം ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൻ്റെ ഉടമയായി മാറുകയാണ്. അപമാനമേൽക്കാത്ത, നിന്ദയേൽക്കാത്ത, പരിഹാസമേൽക്കാത്ത ഒരു ശരീരത്തിൻ്റെ ഉടമയായി ഞാനും നിങ്ങൾ മാറ്റപ്പെടുകയാണ്. ഇനി അടുത്തത്, നാലാമത്തത്, നമ്മുടെ ഈ ശരീരം ശക്തിയുള്ള ശരീരമായി മാറ്റപ്പെടും. ബലഹീനമായതിനെ നമ്മൾ എടുത്തു കളഞ്ഞിട്ട് ബലമുള്ളതാണ് നമ്മൾ ധരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബലഹീനതകളുണ്ട്. എന്നാൽ ആ ബലഹീനതയെല്ലാം തച്ചുടയപ്പെടുന്നത് നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെടുന്ന സമയത്താണ്. ഇനി അടുത്തത് ആത്മീയ ശരീരമാണ്. ആത്മീയ ശരീരമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലേഖനത്തിൽ നാം വായിക്കുന്നു, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാഭിലാഷം ജഡത്തിനും, ജഡാഭിലാഷം ആത്മാവിനും വിരോധമായി നിൽക്കുന്നു എന്നാണ്. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം അത് ആത്മീയ ശരീരമാണ്. ആത്മീയ ശരീരമായതുകൊണ്ട് ആത്മാവിനുള്ളത് ചിന്തിപ്പീൻ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി അടുത്തത്, ആറാമത്തത്, സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കും എന്നുള്ളതാണ്. ആരാണ് സ്വർഗീയൻ? നമ്മുടെ ക്രിസ്തുവാണ് സ്വർഗീയൻ. ആ ക്രിസ്തുവിൻ്റെ പ്രതിമ നാം ധരിക്കുകയാണ്. ആ രൂപം, പ്രതിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ആ രൂപം ഞാനും നിങ്ങളും ധരിക്കുകയാണ്. അടുത്തത് അക്ഷയമായതാണ്, ഒരിക്കലും ക്ഷയിക്കുന്നില്ല. അതുകൊണ്ടാണ്
അപ്പോസ്തലനായ പൗലോസ് തൻ്റെ തൂലികയിൽ എഴുതി, ക്ഷയം, വാട്ടം, മാലിന്യം ഇവയൊന്നുമേശാത്ത ശുദ്ധയും ശുഭ്രവുമായ ഒരു സഭയെ തനിക്ക് വേണ്ടി മുൻനിർത്തേണ്ടതിനാണ് യേശു ക്രിസ്തു ഈ കാൽവറി മരണം നമുക്ക് വേണ്ടി നടത്തിയതും കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നതും. കാരണം എന്താണ്? നാം സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് അക്ഷയമായതാണ്. അക്ഷയമായത് അത് ക്ഷയമില്ലാത്തത്, ഒരിക്കലും ക്ഷയിക്കാത്തത്. അതാണ് മുൻപ് ഞാൻ പറഞ്ഞതുപോലെ നാം ക്ഷയം, വാട്ടം, മാലിന്യം ഇവയൊന്നുമില്ലാത്ത ഒരു നല്ല തേജസ്കരിക്കപ്പെട്ട സഭയായി മാറ്റപ്പെടുകയാണ്. എട്ടാമത്തത് അമർത്യമായതാണ്. പ്രിയരെ, ഇവിടെയാണ് നമുക്ക് മരണമുള്ളത്, ഇവിടെയാണ് വേർപാട് എന്ന് പറയുന്നത്. എന്നാൽ ദൈവരാജ്യത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മരണം ഇല്ല. ഇവിടെ മരണമില്ല. ഇവിടെ പിന്നീട് നമുക്കൊരു വാസവുമില്ല. അപ്പോൾ നാം ഒരു അമർത്യമായ ശരീരത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അതെന്തുകൊണ്ടാണ് അമർത്യത എന്ന് പറയുന്നത്? ഇവിടെ നമുക്ക് 70 80 വയസ്സിൻ്റെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയല്ല. ഒരു നിത്യത ആണ് അവിടെ നമുക്ക് ലഭിക്കപ്പെടുന്നത്. കോടാനുകോടി വർഷങ്ങൾ നാം ക്രിസ്തുവിനോട് കൂടെ ആ മണിയറയിലായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ പ്രാണപ്രിയൻ്റെ മുഖം കണ്ട് നാം ആരാധിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ പറഞ്ഞവസാനിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതം ഈ വൈശിഷ്ട്യങ്ങളെ കൊണ്ട് നിറയപ്പെട്ടതാണ്. ആകയാൽ ക്രിസ്തുവിൽ ജനിക്കാം, ക്രിസ്തുവിൽ നമുക്ക് മരിക്കാം, ക്രിസ്തുവിന് വേണ്ടി നമുക്ക് നിലനിൽക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവൽ. നാളെ പ്രഭാതത്തിൽ മറ്റൊരു സന്ദേശവുമായി ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കും. അതുവരെ പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങൾക്ക് ഈ ഡെയിലി ഇടുന്ന മെസ്സേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും ഇടുന്ന ഈ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ആകയാൽ എല്ലാ പ്രിയപ്പെട്ടവരും ഈ കാര്യങ്ങളും സഹകരിപ്പാൻ ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവൽ.